പാവയ്ക്ക വെള്ളത്തോരൻ വെക്കാനായിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോണേന്. ഇതിൽ പാവയ്ക്കുണ്ട്, തേങ്ങ ചിരണ്ടിയത്, അങ്ങനെ തന്നെ ഒതുക്കാതെയൊക്കെ ചിരണ്ടിയിട്ടതാണ്. പിന്നെ മുളക്, പിന്നെ സവാള കൊത്തിയരിഞ്ഞത്, ഇഞ്ചി, മുളക് ഞാൻ പഴുത്ത മുളകാണ് എടുത്തേക്കണേ, പച്ചമുളക് എടുത്തില്ല. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ അത്ര ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണേന്ന് കേട്ടോ. കുറച്ചധികം നേരമേ ഞാൻ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് താളിച്ചും കൂടി ഒഴിക്കണം. പാവയ്ക്ക വെള്ളത്തോരൻ വെക്കാൻ വേണ്ടി ചീനച്ചട്ടി ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. നമുക്ക് വെള്ളത്തോരൻ വെക്കാൻ താളിച്ച് ഒഴിക്കുകയല്ല കേട്ടോ ചെയ്യണത്. ഈ ചീനച്ചട്ടിയിൽ വെച്ച് താളിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് തോരൻ വെക്കുകയാണ് ചെയ്യണത്. കുറച്ച് കടുക് പൊട്ടട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും കൂടി ചൂടാവാനുണ്ടായി. കടുക് പൊട്ടാൻ അതാണ് താമസം വരുന്നത്. പൊട്ടട്ടെ. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി, കുറച്ച് വറ്റൽമുളകും ഇടാം. കുറച്ച് നന്നായിട്ട് 2-3 വറ്റൽമുളകും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉഴുന്നും കൂടി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കടുകിട്ട് കഴിഞ്ഞ് ഉഴുന്നിട്ടാണ്. ഞാനത് പെട്ടെന്ന് ഓർത്തില്ല, പറയാനായിട്ടും കാണിക്കാനായിട്ടും ഓർത്തില്ല. ഉഴുന്ന് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദുണ്ടാവും. ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം. എല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ വെള്ളത്തോരനാണ് വെക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞത്തോരനായിപ്പോവും. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ചുവപ്പ് കളറായിപ്പോവും. അതുകൊണ്ട് അത് രണ്ടും വേണ്ട. അത് വെള്ളത്തോരൻ ശരിയാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. കണ്ട, സൂപ്പറായിട്ടുണ്ട്. ഇത് അല്പസമയം ഒരു 10 മിനിറ്റ് എങ്കിലും അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല ടേസ്റ്റായിട്ട് വരും. നമ്മൾ പാവയ്ക്ക പല വിധത്തിൽ തയ്യാറാക്കാനുണ്ട്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ പാവയ്ക്കയുടെ കയ്പൊന്നും അറിയുന്നേ ഇല്ല. ഒന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് കൊത്തി അരിഞ്ഞ് ഇതെല്ലാം മിക്സ് ചെയ്ത് ശരിയാക്കുന്നതാണ്. കണ്ടോ, സൂപ്പറല്ലേ. എനിക്ക് മുളകൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലുള്ള മുളകൊക്കെ ഞാൻ തിന്നു. ഏത് കറിയിലെയും മുളക് ഞാൻ തിന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇതാണ് എൻ്റെ ലഞ്ച്. പാവയ്ക്ക വെള്ളത്തോരനും ഒരു പപ്പടം, പിന്നെ അച്ചിങ്ങത്തോരനല്ല, അച്ചിങ്ങ മെഴുക്ക് പുരട്ടി.